തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPI ഈരാറ്റുപേട്ട ഇലക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഉള്ളത്. ഈരാറ്റുപേട്ട നഗരസഭ ആയതിനു ശേഷം മൂന്നാമത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെയാണ് ഈ നഗരസഭ നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് എടുത്തു പറയാൻ തക്ക യാതൊരുവിധ വികസനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈരാറ്റുപേട്ട നഗരസഭ എന്ന പേര് ചേർത്തതല്ലാതെ ഈ ഭരണസമിതി, കഴിഞ്ഞ കാലയളവിലെ ഭരണസമിതി പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. SDPI മുന്നോട്ട് വയ്ക്കുന്നത് അഴിമതിയില്ലാത്ത വികസനത്തിനും അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുക എന്ന ഒരു ക്യാപ്ഷനാണ് ഇത്തവണ SDPI ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സമഗ്രമായ ഈ നഗരസഭയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് SDPI ഇത്തവണ ജനവിധി തേടുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഈരാറ്റുപേട്ട ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും SDPIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ CH ഹസീബ്, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ SDPIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അഡ്വക്കേറ്റ് CP അജ്മൽ, കൂടാതെ പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ഖലീൽ തലപ്പള്ളി, ഈ 3 പേരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം നൽകുന്നതിന് വേണ്ടി CH ഹസീബിനെ ക്ഷണിക്കുക. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിലെ SDPI മത്സരിക്കുന്ന ഡിവിഷനുകളെയും മത്സരാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട മുനിസിപ്പൽ പരിധിയിലെ 22 ഡിവിഷനുകളിലും സമീപപ്രദേശമായ തീക്കോയിലെ 2 വാർഡിലും മത്സരിക്കാനാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈരാറ്റുപേട്ടയിലെ 16 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയും തീക്കോയി പഞ്ചായത്തിലെ 2 വാർഡിലെ സ്ഥാനാർത്ഥികളെയുമാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. 2009 SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കുന്നത്. അന്നു മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ പാർട്ടിയുടെ പ്രവർത്തകർ സജീവമായി രംഗത്ത് വന്നിരുന്നു. 2009 ശേഷം തൊട്ടടുത്ത വർഷം 2010 നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഇറങ്ങുകയും അന്ന് ഈരാറ്റുപേട്ടയിൽ യാതൊരു സ്വാധീനം ഇല്ലായിരുന്ന SDPI ഈ 1 വർഷത്തെ കാലയളവിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് 2010 ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കോട്ടയായി കരുതിയിരുന്ന വട്ടക്കയം വാർഡിൽ നിന്നും ഒരു മെമ്പർ ഉണ്ടായി, ബിനു നാരായൺ. അതിനുശേഷം 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ, അന്ന് ഇവിടെ മുനിസിപ്പാലിറ്റിയായ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ആദ്യം വിജയിച്ച സ്ഥലത്തും പരാജയപ്പെട്ട സ്ഥലത്തും ഉണ്ടായ സജീവമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ 4 പേർ വിജയിച്ച് SDPIയുടെ 4 കൗൺസിലർമാർ വിജയിക്കുകയുണ്ടായി. പിന്നീട് കഴിഞ്ഞ ടൈമിൽ 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി. നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഘടകകക്ഷികൾ CPM, CPI, ജനതാദൾ, INL പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കൂടിയതാണ് LDF. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ പാർട്ടികളായ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, അതോടൊപ്പം കഴിഞ്ഞ വർഷം വെൽഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തവണ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം രഹസ്യമായും പരസ്യമായും അവർ നടത്തിയിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ 2 ടേമിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ വോട്ട് നൽകുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത് SDPIയുടെ മാത്രം വോട്ടുകളല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ബോധവൽക്കരണപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെയും UDF-ലെ അടക്കമുള്ള
പ്രവർത്തകർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ നിലവിലത്തെ 4 വാർഡുകൾ ഡിവിഷനുകൾ നിലനിർത്തുകയും പുതിയതായി ഒരു ഡിവിഷൻ വിജയിക്കുകയും അതോടൊപ്പം തന്നെ 4 വോട്ടിന് പരാജയപ്പെട്ട ഒരു ഡിവിഷൻ ഉൾപ്പെടെ 6 ഡിവിഷനുകൾ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇന്ന് ഈ 2025 തിരഞ്ഞെടുപ്പിൽ എടുക്കുമ്പോൾ നമുക്കറിയാം, മറ്റു സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളെയോ സമീപ പ്രദേശത്തെ മുനിസിപ്പാലിറ്റികളെയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ വികസനം വളരെ മുരടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈരാറ്റുപേട്ടയുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വിവരിക്കാനുള്ള ഒരു സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഏറ്റവും അവസാനമായി നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ ആദ്യത്തെ സമയത്ത് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കുള്ള കളിക്കളം, ചിൽഡ്രൻസ് പാർക്ക്, അത്തരത്തിലുള്ള ഒരുപാട് വികസന വാഗ്ദാനങ്ങൾ ഇതൊന്നും നിറവേറ്റാതെ കേവലം പ്രൈവറ്റ് പാർട്ടികൾ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ചില ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനപ്പുറത്തേക്ക് കാര്യമായ ഒരു പ്രവർത്തനം ഈരാറ്റുപേട്ടയിൽ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈരാറ്റുപേട്ടയുടെ ഒരു വികസനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് SDPI ഇത്തവണ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം. അതിന് തീർച്ചയായിട്ടും ഒരു മരണമാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം, കാലങ്ങളായി LDF, UDF, അതിൽ ഏറ്റവും കൂടുതൽ UDF ഭരണ സംവിധാനമാണ് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നത്. LDFും ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിലൊന്നും ഒരു ശക്തമായ ഒരു വികസനം ഇവിടെ നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ പുതിയൊരു ഭരണമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും. അതോടൊപ്പം തന്നെ അതിന് പ്രാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് SDPI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ അപേക്ഷയോടുകൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇനിയെങ്കിലും നമുക്ക് ഈ ഭരണം മാറേണ്ടത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ SDPI നിലവിൽ വിജയിച്ചിട്ടുള്ള വാർഡുകൾ ചെയ്തതിന് അപ്പുറത്തേക്കുള്ള ഒരു വികസനം ഭരണ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനൊരു അവസരം നൽകാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണമെന്നും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടാകണമെന്നും അറിയിച്ചുകൊണ്ട് ഇപ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന 22 ഡിവിഷനിലെ 1ാം ഘട്ടത്തിലെ 16 ഡിവിഷനും തീക്കോയി പഞ്ചായത്തിലെ 2 വാർഡ് നിങ്ങൾക്ക് മുമ്പാകെ പ്രഖ്യാപിക്കുക. ഈരാറ്റുപേട്ട ഡിവിഷൻ 2 കല്ലൂത്താഴം നജ്മ അഫ്സൽ, ഡിവിഷൻ 5 മുരുക്കോല് ഷാവുൽ ചായി മുരുക്കോല്, 6 മാതാക്കൽ ഷാനിദ ഹിലാൽ, 8 ഈലക്കെ ബിനു നാരായണൻ, 9 കാരക്കാട് യാസർ വെള്ളുപ്പറമ്പിൽ, 10 തേവരുപാറ ഇസ്മായിൽ കീഴട, 11 കുറ്റിമരം പറമ്പ് സജ്മി ഷിഹാസ്, 12 പത്താഴപ്പടി സുബൈർ പിള്ളാപ്പള്ളി, 13 നടക്കൽ ഹുസൈഫ ലത്തീഫ്, 15 കൊല്ലംപറമ്പ് സബീർ കുരുവനാൽ, 17 കുഴിവേലി അൻസാരി മൗലവി, 18 ശാസ്താംകുന്ന് ആബിദ ലത്തീഫ്, 20 വഞ്ചാങ്കൽ റസീന അലി, 23 തടവനാൽ ബിഫാന സുൽത്താൻ, 23 മുത്താരംകുന്ന് കെയുമായി, 25 ചെറപ്പാറ സുമീഷ് ഷെരീഫ്. ഇതുകൂടാതെ ഈരാറ്റുപേട്ടയുടെ സമീപപ്രദേശമായ തീക്കോയി പഞ്ചായത്തിൽ 13ാം വാർഡിൽ നജുമ പരിക്കുച്ചും 14ാം വാർഡിൽ KK പരിക്കുച്ചുമാണ് സ്ഥാനാർത്ഥിയായിട്ട് 1ാം ഘട്ടമെന്ന നിലയിൽ പ്രഖ്യാപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി പ്രത്യേകമായി പറയുന്നു, ഒരു ഭരണമാറ്റം വളരെ അനിവാര്യമാണ്. അതിനുവേണ്ടി എല്ലാ ജനാധിപത്യ സംവിധാനത്തിലും എല്ലാ ജനങ്ങളുടെ പിന്തുണയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും പൂർണ്ണമായി ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 22 വാർഡിലും നമ്മൾ ജയപ്രതീക്ഷയാണ്.
ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളില് ഇപ്പോ ആദ്യം ഒരു വാർഡിൽ ഭാര്യ മത്സരിക്കുന്നു, വീണ്ടും ഭർത്താവ് മത്സരിക്കുന്നു, വീണ്ടും ഭാര്യ മത്സരിക്കുന്നു, 3 തവണയിലേക്ക് ഇത് പിന്നെ പിന്തുടരുന്നു. എന്തുകൊണ്ടാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ ശ്രമിക്കുന്നത്? നിലവിൽ പാർട്ടി ഒരു നിലപാട് ഈ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. വിജയസാധ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥിമാരായി. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വാർഡിലും പ്രവർത്തകരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രപ്പോസൽ എടുക്കുക. അതിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു പാർട്ടിക്കും അന്യമല്ല എന്നുള്ളതാണ്. 25 വർഷമായി മത്സരിക്കുന്ന ആളുകൾ ഇപ്പോഴും എല്ലാ പാർട്ടിയിലും മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വിജയസാധ്യതയുള്ള ആൾക്ക് മത്സരിക്കാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, 5 ഡിവിഷനിലാണ് ഇത് മത്സരിച്ചിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. മറ്റ് ഡിവിഷനുകളിൽ തോറ്റ സ്ഥാനാർത്ഥികളുടെയാണ് മാറിയും മറിച്ചും വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലൊരു പാർട്ടിയുടെ ഒരു നിലപാട് അങ്ങനെ ഒരു തീരുമാനമായി എടുത്തിട്ടില്ല. വരും കാലങ്ങളിൽ അത് പരിഗണിക്കുമെന്നാണ്. സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ട് എല്ലാ മുന്നണികൾക്കും സ്ഥാനാർത്ഥികളെ കിട്ടാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥി അത് ഇവിടെ നിലവിൽ വന്നിട്ടില്ല. കാരണം ഓരോ വാർഡുകളിലും വർഷങ്ങളായി 2009 മുതൽ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകൾ ഓരോ വാർഡിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും പ്രാപ്തരായ ആളുകളെ തിരഞ്ഞെടുത്തു, അതിനുവേണ്ടി ചർച്ച നടത്തുന്നു എന്നുള്ളൂ. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഏകാധിപത്യ ഭരണം നടന്നിട്ടുണ്ട്, പല പ്രതിസന്ധികൾ, പല പ്രശ്നങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നഗരസഭ കലോത്സവത്തിലെ കണക്ക് അവതരിപ്പിക്കുന്ന ഉൾപ്പെടെ. അപ്പോൾ ഒരു മറ്റ് സമീപ പ്രദേശത്തെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വികസനം മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തത ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയൊരു വിഷൻ ഞങ്ങൾ കൊണ്ടുവരും. 5 പ്രതിപക്ഷ മെമ്പർമാരാണ് ഉള്ളത് നഗരസഭയിൽ. അവര് ആ ഭരണകാലത്ത് അവര് ഈ വിഷയത്തൊന്നും പറയാതെ ഒരു ടീമിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന് ജനങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്പർമാര് അവിടെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്ന് കാര്യം കേൾക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഓരോരുത്തർക്കും അധികാരമുണ്ട്. രണ്ടാമതായി പ്രതിപക്ഷ പാർട്ടികളായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അവർക്കാണ് സീറ്റ് കൂടുതലും, അവരാണ് പ്രതിപക്ഷ പാർട്ടി നിൽക്കുന്നത്. നമുക്ക് കഴിയാവുന്ന റോളുകളെല്ലാം മുനിസിപ്പാലിറ്റിയിൽ പ്രയോഗിക്കുകയും പുറത്ത് പാർട്ടിയെ ആവുന്ന വിധത്തിലുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. പാർട്ടിയുടെ ഒരു പരിധി നിലയ്ക്ക് ഭരണപക്ഷമല്ല, രണ്ടാമത് കൂടുതലുള്ള പാർട്ടിയുമല്ല. പക്ഷെ 5 സീറ്റുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് പുറത്തും അകത്തും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കുറെ കാര്യങ്ങൾ അതിന്റെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രകടന പദ്ധതികൾ ഇറക്കുന്നുണ്ട്. ഇരേറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതിരിക്കുന്ന കളിക്കളങ്ങൾ, ഒരു ടൗൺ പ്ലാനിങ്, അതുപോലെയുള്ള വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സംവിധാനം ആലോചിക്കുന്നു. അത് പ്രകടന പത്രികയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നു. അതെ, മുഴുവൻ സീറ്റ് ഭരണം പിടിക്കുന്നവരെയും മുഴുവൻ സീറ്റ് മത്സരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ SDPയുടെ സന്ദേശം എത്തുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഇല്ല, അതായത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, SDP എന്ന് പറയുന്നത് ഒരു ഒറ്റ കക്ഷിയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ ആളുകളെ കണ്ടെത്തുന്നതും വിവിധ തരത്തിലുള്ള അവരുടെ ഘടകകക്ഷികളുടെ പിന്തുണയോട് കൂടിയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം CPM ഉണ്ട്, CP ഉണ്ട്, അവരുടെ ജനതാദളുണ്ട്, INL ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകകക്ഷികളുണ്ട്. SDP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ആ അർത്ഥത്തിൽ 22 വാർഡുകളിൽ സന്ദേശം എത്തിക്കുകയും മറ്റുള്ള വാർഡുകളിൽ മൊത്തത്തിലുള്ള പാർട്ടിയുടെ സന്ദേശം എത്തിക്കുകയും നമുക്ക് എങ്ങനെ നോക്കിയാലും 50%-ലധികം സീറ്റുകൾ വേണ്ടി വരുമ്പോൾ 16 സീറ്റ് മതിയാവും, 15 സീറ്റ് മതിയാവും. അത് തീരുമാനമെടുത്തിട്ടില്ല. സാന്ദർഭികമായിട്ട് അന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അല്ലല്ല, ധാരണയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ സ്വാധീനം, നമുക്ക് വിജയിക്കുവാൻ സ്വാധീനമുള്ള മേഖലയിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളൂ.
ഓക്കെ, ഇവിടെ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചു.